ഞാൻ പോവാ. എന്താ കാട്ടണ്? ഞാൻ ഉപ്പുമുളക് അരക്കാൻ ചെക്ക. ഉപ്പുമുളാ? ആ കഞ്ഞിക്ക് ഉപ്പുമുളക് ഇല്ല. പച്ചമുളക് കെട്ടിക്കണ്? ആ പച്ചമുളകും പുളിങ്ങി ഉള്ളിയും പുളിങ്ങി ഇപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പുമുളക് അരക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ. പഴയ കൂട്ടണ്ടാണ് മാറി നാളെ. വേറെ മീനൊന്നും കിട്ടിയില്ലേ? മീൻ കത്തിച്ചടാ. അപ്പൊ ഉമ്മ അത് കഞ്ഞി കുഞ്ഞാപ്പ ഇവിടെ കഞ്ഞി വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് അർജന്റായി പണിയുണ്ട്. ഇജ്ജ് ഉപ്പുമുളക് അരച്ചിട്ട് തിന്നോ പറഞ്ഞു. ശരി. ഉപ്പുമുളക് അരച്ചിട്ട് തിന്നാച്ചിട്ടാണ്. അപ്പൊ ഇജാണ് ഇതൊക്കെ ചെയ്യലല്ലേ? ഇതല്ല, ഇത് മാത്രം ഞാൻ അരക്കുള്ളൂ. ബാക്കിയൊന്നും എനക്ക് തിന്നാൻ വേണ്ടിട്ടുള്ള ഇജ് അരക്കുക. ഇജ്ജ് അറിഞ്ഞ കാര്യം എന്താണ് പറയ്? ബിബിന് പണി പറ്റിച്ച് ഓൻ ദേഷ്യം തീർത്തു മോനെ. എന്നോട് പറയാന് ഞാൻ ഓനെ തരക്കെറിഞ്ഞില്ലേ? ഓന് ഞാൻ കഴിച്ച ആൾക്കാരെ കൂട്ടിട്ട് ഇന്നെ ചോദിക്കാൻ വരികയാച്ചി. ഞാൻ രാത്രി കേൾക്കുമ്പോക്കെ പേടിയായിരുന്നു. ഓനെ ഓന്റെ മാമനോടും മറ്റോരോടും വീട്ടിലോടും അമ്മേനൊക്കെ കൂട്ടിട്ട് പെരേക്ക് വന്നിട്ട് ഓരും ചോദിക്കാൻ വിചാരിച്ച്. ഞാൻ ഇന്നാളെ പറഞ്ഞല്ലോ, എറിഞ്ഞത് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ച് അയക്ക് വലിയൊരു ഇത് പറ്റിച്ചു ഓന്. ഓനിക്ക് എന്താണ് സെക്രട്ടറി പഠിക്കുമ്പോ ഞാൻ ഓരോരു കാര്യം പറഞ്ഞു. അമ്മായി മക്കളൊക്കെ എന്താണ് ടൂറിന് പോയി മൂത്തുമാനോട് പറഞ്ഞിട്ട് ഞാന് അമ്മായി മക്കളൊക്കെ മൂത്തുമാനൊക്കെ ഒന്ന് കൊണ്ടാടോ ടൂറിന് പോയി. ബിബിനെ ഓര് തമ്മില് ഭയങ്കര കമ്പനി ആയിരുന്നു. ഇപ്പൊ മൂത്തുമാനി മക്കളൊന്നും കൊണ്ടുപോയില്ല, അമ്മായി മക്കളും ടൂറിന് പോയി അറിഞ്ഞു. ഞാൻ അരി പൊടിപ്പിക്കാൻ പോകുമ്പോ ഓനവിടെ തട്ടച്ച് നിർത്തി പറഞ്ഞു. ബിബിനോട് നല്ല നിക്കടാ കാര്യം പറ്റേന്ന് പറഞ്ഞു. അപ്പൊ ഓനോട് ഞാൻ പറഞ്ഞു ആരോടും പറഞ്ഞിട്ടാ ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ പോട്ടെ. ഒരു അമ്മില് അവര് പോയി, അമ്മായി മക്കളും പോയി, മുത്തുമാനെ കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞു. അതിപ്പൊ തെറ്റിയില്ല. ഞാൻ ബിബിനെ ഞാൻ ബിബിനെ എറിഞ്ഞില്ലേ? കല്ല് തെറിഞ്ഞ കാരണം ബിബിന് ആ ദേശത്തിന് മോനെ സെഫിയാത്താടെ പോയി പറഞ്ഞ്, പിന്നെ റുക്യാത്താടെ പോയി പറഞ്ഞ് കുഞ്ഞാപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കണ്. ദേശം തീർക്കാണ് ഓരോട് മൂത്തമ്മ പറഞ്ഞില്ലേ? അത് പിന്നെ അമ്മായിനോട് പോയി പറഞ്ഞ് ആരോടും എന്താ ചെന്ന് പറഞ്ഞു. എന്നിട്ട് മൂത്തമ്മ അത് നേരിട്ട് അമ്മായിനോട് ചോദിച്ചു. എന്നിട്ടോ അമ്മായിനോട് പറയുന്നു, അമ്മായിനോടല്ലേ പറഞ്ഞു, മൂത്തുമാനോടെ പറഞ്ഞത്. സെറ്റാത്താനോട് ഉറുക്കാത്താണ് മൂത്തുമാനോടെ പറഞ്ഞത്. ബിബിന് അമ്മായി മക്കൾ ടൂറ് പോയി എന്നോട് നിങ്ങളെ കൊണ്ടാവാതെ. എന്നിട്ട് തമ്മി തല്ലിണ്ടാക്കുക ഞങ്ങൾ തെറ്റിക്കാൻ വേണ്ടിട്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു കാലത്ത് മകൻ നിന്ന് എന്നതാണ് ഈ മൂത്തമ്മ കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അവരോടൊക്കെ ചെന്ന് പറയണ്. കുഞ്ഞാപ്പു ബിബിനെ പിടിച്ചുവെച്ചിട്ട് ബിബിനെ ഇങ്ങോട്ട് പോകുമ്പോ ബിബിനെ പിടിച്ചുവെച്ച് പറയത്ര അങ്ങനെ പറഞ്ഞിക്കണോ കുഞ്ഞാപ്പോ? ഞാൻ പറഞ്ഞത് തന്നെയാണ് അമ്മായി മക്കൾ ടൂറ് പോയെന്ന് ബിബിനോട്. എന്താണ് എടാ ഇച്ച് അറിഞ്ഞ അമ്മായി മക്കളും ടൂറ് പോയി, മൂത്തമാനും കൊണ്ടുപോയില്ല, അവരൊന്നും കൊണ്ടുപോയില്ല, എന്തേലും ഒരു കമ്പനിന്ന് അറിഞ്ഞു. അത് നേരിട്ട് ഇവരോട് പോയി പറഞ്ഞു. എല്ലാത്ത ബിബിനെ പറയാന് വൈരാഗ്യൊക്കെ മനസ്സിലയച്ചിട്ട് ചുറ്റും കൂടെ നടക്കണ്. എറിഞ്ഞീനി ഓങ്ങോട്ട് വരട്ടെ. ഉമ്മ പറഞ്ഞിട്ട് ഓനിത് വരും, രണ്ട് വർത്താനം പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വർത്താനം പറഞ്ഞിരിക്കുന്നു വേണ്ട ഓനോട്, രണ്ട് വർത്താനം പറഞ്ഞിരിക്കണ്ട. ഉമ്മ ഞാൻ മട നിമ്പ ഞാന് ഓൻ പറഞ്ഞു ഞാൻ ഓനെ കൂട്ടി കൊണ്ടുവരിക. ഇമ്മ ബാറ്റിൽ കൂടെ ഒരു ചൂലിക്കട്ടിട്ട് വരിക. ഞാൻ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ചൂലിക്കട്ടിട്ട് പുറത്തൊക്കെ അടിച്ചാൽ മതി. അല്ലെങ്കിൽ അമ്മ വർത്താനം പറഞ്ഞിരിക്കണ ചൂലിക്കട്ടിട്ട് പുറത്തൊക്കെ അടിച്ചാ പോരല്ലേ? അപ്പൊ പിന്നെ ഓന്റെ കെണി വിത്തിന് നിന്നോളൂ. വിത്തനെ പറഞ്ഞതല്ല, ഞാൻ ഓനോട് പറഞ്ഞപ്പോ കെണിയല്ല ഇജ്ജ് പറഞ്ഞത് ഓരോട് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ അപ്പൊ തന്നെ എന്നോട് ഇജ്ജാണെങ്കിലോ എല്ലാ കാര്യം അതാണ് പറഞ്ഞത്. ഞാൻപ്പോ ഇജ്ജ് ചുണ്ടും ചെറിയ ഒതുക്കി വെച്ചോ, ഇജ്ജ് വിചാരിക്കണ മരൊന്നല്ല ആൾക്കാര്. ഇജ്ജ് പല പലാന്ന് പറയും. ആൾക്കാരെ മനസ്സിൽ ഇത് വെച്ചിട്ട് വക കൂട്ടും പറഞ്ഞു. ശരിയാണ്. എന്നോട് പറയാൻ ഞാൻ ഒന്നേക്കോ ഇല്ല, ഞാൻ ഇപ്പുമാളെ അരച്ചിട്ട് കഞ്ഞും കുടിച്ചിരിക്കട്ടെ. അല്ല ഇമ്മ പറഞ്ഞ പുറക്ക് കേക്കണം. കേട്ടിട്ട് അനുസരിക്കും വേണോ? അനുസരിക്കാനല്ലേ? അനുസരിക്കാത്ത കാരണല്ലേ എന്നിട്ടല്ലേ
ഇജ്ജ് പറഞ്ഞ എങ്ങനെ അനുസരിക്കാം കുഞ്ഞാപ്പോ? കല്യാണക്കാരൻ പറഞ്ഞ് തീരെ അനുസരിക്കുന്നില്ല. അത് അതിന്റെ പ്രായമായാലൊക്കെ നടക്കൂ. എന്താണ് പ്രായം? ഇന്റെ ഇപ്പൊ കല്യാണം കഴിച്ച ചെക്കന്മാരൊക്കെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഇന്റെ ഇപ്പൊ പഠിച്ച ഖദീജാന്റെ മോളെ കല്യാണം കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് സൈനാന്റെ മോളെ കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ കഴിഞ്ഞില്ലേ? അന്റെ അമ്മക്ക് ഇജിപ്പോഴും കുട്ടിയാണ് കുഞ്ഞാപ്പോ. അതല്ലേ മൂത്തമ്മ പറഞ്ഞ മരിക്കും മനസ്സിലായി. ഉമ്മാക്കെ വേറെ പെണ്ണ് വന്നാലേ എങ്ങനെ ഭരിക്കാൻ പറ്റൂലല്ലോ. ഞാനും ആ പെണ്ണും കൂടിയും കൂടിയിട്ടേ ഉമ്മാനെ പുറത്താക്കുന്നുള്ള പേടിണ്ട് ഉമ്മാക്ക്. അതുകൊണ്ട് തന്നെ ആവൂലേ? ചെലപ്പോ അങ്ങനെ ആവും. ഞാൻ പുറത്താക്കാന്നില്ല. ഉമ്മാനെ ഞങ്ങള് പുറത്തെ റൂമിൽ കെടുത്തോളും, അല്ലാതെ ഞങ്ങൾ പുറത്തൊന്നും ആക്കൂല. അപ്പോഴും പുറത്താക്കല് തന്നെയല്ലേ പുറത്തെ റൂമിൽ കിടക്കാൻ പറയും. ഞങ്ങൾ വർത്താനം പറയുമ്പോ അമ്മ കേൾക്കൂലടാ, മോശല്ലേ? നിങ്ങള് കണിമിത്തനൊക്കെ പറയുകയാണെങ്കിലല്ലേ ഞങ്ങൾ വർത്താനം പറയുമ്പോ അമ്മ കേട്ടു മോശല്ലടാ. മുളക് അടിച്ചേ ഇപ്പുമ്പോളെ എന്നാ അടിച്ചിട്ട് കഞ്ഞൊക്കെ കുടിച്ചിട്ടേ അല്ലേരി ഉണ്ടാ ലേസുണ്ട് കൊണ്ടുവരും. അനക്കൊന്നുമില്ല മാനെ, ഞങ്ങൾക്ക് തന്നെ ഉപ്പുമ്പോളും കഞ്ഞൊക്കെ കുടിക്കാനുള്ളതാ. നല്ല ഉപ്പുമാളാണ് മാനെ, നിങ്ങളൊക്കെ അങ്ങനെ തിന്നോളി. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെന്നാ. പോവാ, എനിക്ക് എനക്കും എന്റെ ഇഷ്ടല്ലേ. എന്നാ അരച്ചൂടെ ചെയ്യും.